ഇടക്കൊച്ചി 10ാം സർക്കിളിലെ 15, 16, 17 ഡിവിഷനുകൾ ഇനി മാലിന്യമുക്ത ഡിവിഷനുകളാകും. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി 17ാം ഡിവിഷൻ കൗൺസിലർ രഞ്ജിത്ത് മാസ്റ്ററാണ് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ഇടക്കൊച്ചി 10ാം സർക്കിളിലെ 15, 16, 17 ഡിവിഷനുകളെ മാലിന്യമുക്ത ഡിവിഷനുകളായി പ്രഖ്യാപിച്ചു. 17ാം ഡിവിഷൻ കൗൺസിലർ രഞ്ജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിലായിരുന്നു കേരള ഗവൺമെൻറ്റല്ല. കേരള ഗവൺമെൻറ് ബ്രഹ്മപുരം പ്ലാന്റ് കത്തുപിടിച്ചതിന് ശേഷം നടത്തിയ യുദ്ധകാലാടിസ്ഥാനത്തെ പ്രവർത്തനം മൂലം ഇപ്പോൾ ഇവിടെ അഴുകുന്ന മാലിന്യങ്ങൾ ബയോഗ്യാസാക്കി മാറ്റാനുള്ള ബയോഗ്യാസ് പ്ലാന്റ് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവിടെ അഴുകുന്ന മാലിന്യങ്ങൾ അവിടെ ഗ്യാസാക്കി മാറ്റുന്ന പ്രവർത്തനം വരും. വളരെ വലിയൊരു പ്രോജക്റ്റാണ്. നമ്മൾ നടക്കയില്ല എന്ന് കരുതിയ പ്രോജക്റ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കൊച്ചി നഗരസഭാ കൗൺസിലർ ജീജ ടെൻസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ADS, CDS അംഗങ്ങളും വ്യാപാരി വ്യവസായി പ്രതിനിധികളും അംഗനവാടി ജീവനക്കാരും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും സാനിറ്റേഷൻ വർക്കേഴ്സും മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് പ്രഖ്യാപനത്തിൽ പങ്കുചേർന്നു. കേരള സർക്കാരിന്റെ പദ്ധതി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് 15, 16, 17 ഡിവിഷനുകൾ സംയുക്തമായിട്ട് ഇന്ന് മാലിന്യമുക്ത പ്രദേശമായിട്ട് പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് കരുതിക്കൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ വീടുകളിലുള്ള മാലിന്യങ്ങൾ തരംതിരിച്ച് യഥാസമയം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നമ്മുടെ വീടും പ്രദേശവും മാലിന്യമുക്തമാക്കുന്നതിനെ നമുക്ക് ഒരു പരിധിവരെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഡിവിഷൻ പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒരു 80% നമ്മുടെ ഡിവിഷൻ മാലിന്യമുക്തമാക്കാനായിട്ട് ഈ 3 ഡിവിഷൻ മാലിന്യമുക്തമായിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഇടക്കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് റിഡ്ജൻ റിബല്ലോ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് രജനീഷ് വാസുദേവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷഗീർ MP, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജയകൃഷ്ണൻ, അഖില S. ശങ്കർ, സൂരജ്, വ്യാപാരി വ്യവസായി പ്രതിനിധി പെക്സൺ ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു. വളരെയധികം പ്രതീക്ഷയോടുകൂടെ ഈ കേരളം കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നു. മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നവര് നമ്മുടെ നഗരത്തില് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഞാനൊരിക്കല് എൻ്റെ ചാനലിൽ ഒരു ആർട്ടിക്കിൾ ചെയ്തു. അതിൽ രാവിലെ 5 മണിക്ക് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി, ചിലർ 4:30 ഇറങ്ങും, ചിലർ 5 മണിക്ക് ഇറങ്ങും. അപ്പോൾ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഓരോ വീടുകളിലും പോയി മുട്ടി വിളിച്ച് ആ വീടുകളിലുള്ള മാലിന്യം ശേഖരിച്ചു കൊണ്ടുവരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു അത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെന്ന്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നും ഞാൻ തൂപ്പുംപടിയിൽ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഇതേപോലെ തന്നെ രാവിലെ 7 മണിക്ക് അവിടുത്തെ സമ്മേളനം കഴിഞ്ഞു. ആ സമ്മേളനത്തിന് ശേഷം അവരുടെ ജോലി ചെയ്യുവാനായിട്ട് വീടുകളിലേക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ധൈര്യമായി തിരഞ്ഞെടുക്കാം അരൂർ ഗ്രേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അരൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിൽ നൂതനമായ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ CBSE സിലബസ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും. കൂടുതൽ വിവരങ്ങൾക്കായി 6238443261 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക.